നമസ്കാരം, ഞാൻ ജെമി ജോൺ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഉന്നതതല ബഹ്റൈൻ പ്രതിനിധി സംഘത്തിന്റെ നേതൃത്വം നൽകുന്ന ഷെയ്ഖ് ഈസ ബിൻ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ഈസ ബിൻ സൽമാൻ വിദ്യാഭ്യാസ ഫണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് ബോർഡ് ഓഫ് ട്രസ്റ്റികളുടെയും ലേബർ ഫണ്ട് ഡയറക്ടർ ബോർഡിന്റെയും അധ്യക്ഷൻ ദാവോസ് സ്വിറ്റ്സർലൻഡ് ലോക സാമ്പത്തിക ഫോറവുമായി 55ാമത് വാർഷിക യോഗത്തിൽ ന്യൂ അപ്രോച്ചസ് ടു മെഷറിംഗ് ഗ്രോത്ത് ബിയോണ്ട് GDP എന്ന വിഷയത്തെക്കുറിച്ചുള്ള സെഷനിൽ പങ്കെടുത്തു. ബഹ്റൈൻ പ്രധാനമന്ത്രി സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ, സൗദി അറേബ്യൻ പ്രധാനമന്ത്രി അബ്ദുൽ അസീസ് അൽ സൗദ് എന്നിവരുടെ സമർപ്പണവും ബഹ്റൈൻ സൗദി സഹകരണത്തിനും ഉത്തേജനം നൽകിയതായി ഷെയ്ഖ് ഈസ അറിയിച്ചു. വ്യക്തിഗത ടാക്സികൾക്കായി സ്മാർട്ട് ടാക്സി മീറ്റർ ഇൻസ്റ്റാളേഷൻ പൂർത്തിയാക്കിയതായി ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിലെ ലാൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് പോസ്റ്റ് അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി ഫാത്തിമ അബ്ദുള്ള അൽഥാൻ അറിയിച്ചു. ഭൂഗതാഗത സേവനങ്ങൾ മെച്ചപ്പെടുത്താനും ഡിജിറ്റൽ മുന്നേറ്റങ്ങളുമായി യോജിപ്പിക്കാനും ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും സന്ദർശകർക്കും നീതിയും സുതാര്യതയും ഉറപ്പാക്കാനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു. സ്മാർട്ട് മീറ്ററുകൾ കൃത്യമായ ഡ്രൈവർ ട്രിപ്പ് വിവരങ്ങൾ, റൂട്ട് വിശദാംശങ്ങൾ, നിരക്ക് കണക്കുകൂട്ടൽ, അംഗീകൃത താരിഫുകൾ എന്നിവ നൽകുന്നുണ്ടെന്ന് അൽദാൻ ചൂണ്ടിക്കാട്ടി. ഓട്ടോമേറ്റഡ് ഫെയർ കമ്പ്യൂട്ടേഷൻ, ആധുനിക റൈഡ് ഹെയിലിംഗ് ആപ്പുകളുമായി സമന്വയിപ്പിച്ച സ്മാർട്ട് മാപ്പുകൾ, ബാങ്ക് കാർഡുകൾ, ബെനിഫിറ്റ് ആപ്പ് തുടങ്ങിയ ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനങ്ങളുമായി ഭാവിയിൽ സംയോജിപ്പിക്കാനുള്ള സാധ്യതകൾ എന്നിവയും ഇവയിൽ ഉൾപ്പെടുന്നു. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും ഡിജിറ്റൽ പരിവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ നിരന്തരമായ ശ്രമങ്ങൾ അണ്ടർ സെക്രട്ടറി എടുത്തു പറഞ്ഞു. സുരക്ഷിതവും വിശ്വസനീയവും സുസ്ഥിരവുമായ ഗതാഗത സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നതിനും ബഹ്റൈന്റെ സാമ്പത്തിക ദർശനം 2030 യോജിപ്പിച്ച് മുന്നേറുന്നതിനും ഈ സംരംഭങ്ങളുടെ പ്രാധാന്യം അവർ അടിവരയിട്ട് പറയുകയും ചെയ്തു. ബഹ്റൈനിലെ പാലക്കാട്ടുകാരുടെ കുടുംബ കൂട്ടായ്മയായ പാലക്കാട് പ്രവാസി അസോസിയേഷൻ വിന്റർ വണ്ടർ സീസൺ 2 എന്ന പേരിൽ ഡെസേർട്ട് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ജനുവരി 30 വൈകിട്ട് 7 മുതൽ സാക്കിർ ക്യാമ്പിംഗ് സൈറ്റിലെ ടെന്റിൽ തനത് അറേബ്യൻ ശൈത്യകാല ശൈലിയിൽ ഒരുക്കുന്ന ക്യാമ്പിൽ പ്രാദേശിക രുചികളിൽ ഒരുക്കുന്ന വിവിധയിനം ഗ്രില്ലുകൾ, പാനീയങ്ങൾ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങളും വിവിധയിനം കളികൾ, അറേബ്യൻ നൃത്തം, മറ്റ് അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും എന്നിവയും ഉണ്ടായിരിക്കും. പ്രവേശനം മുൻകൂട്ടിയുള്ള രജിസ്ട്രേഷൻ മുഖാന്തരം നിയന്ത്രിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് കോർഡിനേറ്റർ വിനോദ് കുമാർ 35520712, ജയറാം രവി 33345859, അബ്ദുൾ ഹക്കീം 36437521 എന്നിവരെ ബന്ധപ്പെടുക. ബഹ്റൈനിലെ ആലപ്പുഴ ജില്ലക്കാരുടെ കൂട്ടായ്മയായ വോയിസ് ഓഫ് ആലപ്പിയുടെ 2025-26 പ്രവർത്തന കാലയളവിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ കമ്മിറ്റിയുടെ സ്ഥാനാരോഹണവും ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവും സംഘടിപ്പിച്ചു. ബഹ്റൈൻ മീഡിയ സിറ്റിയുമായി സഹകരിച്ച് നടത്തിയ പരിപാടി സെഗിയയിലെ BMC ഹാളിൽ നടന്നു. നിരവധി പേർ പങ്കെടുത്ത പരിപാടിയിൽ വോയിസ് ഓഫ് ആലപ്പി കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും തരംഗ മ്യൂസിക്കൽ ടീം അവതരിപ്പിച്ച ഗാനമേളയും ശ്രദ്ധേയമായി. പ്രസിഡന്റ് സിബിൻ സലീമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനം ICRF ചെയർമാൻ അഡ്വക്കേറ്റ് VK തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. വോയിസ് ഓഫ് ആലപ്പി രക്ഷാധികാരിയും ആതുരസേവന രംഗത്തും ജീവകാരുണ്യ മേഖലയിലും ബഹ്റൈനിൽ 4.5 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ഡോക്ടർ PV ചെറിയാനെ ചടങ്ങിൽ ആദരിച്ചു. ബഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് വികാരി ഫാദർ ജേക്കബ് തോമസ് ക്രിസ്തുമസ് സന്ദേശം നൽകി. ഡോക്ടർ അതുല്യ ഉണ്ണികൃഷ്ണൻ, BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത്, രക്ഷാധികാരി അനിൽകുമാർ UK എന്നിവർ ആശംസകൾ നേർന്നു. സെക്രട്ടറി ധനേഷ് മുരളി സ്വാഗതവും ട്രഷറർ ബോണി മുളപ്പാമ്പള്ളി നന്ദിയും പറഞ്ഞു. ബഹ്റൈൻ പ്രവാസ ഭൂമികയിലെ വിവിധ സംഘടനാ നേതാക്കൾ, സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിപാടി. എന്റർടൈൻമെന്റ് വിംഗ് കൺവീനർ ദീപക് തണൽ കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി. രാജേഷ് പെരുങ്കുഴി പരിപാടിയുടെ അവതാരകനായിരുന്നു. 45 വർഷമായി മനാമ സെൻട്രൽ മാർക്കറ്റിൽ അൽ ഖാദിം ട്രേഡിംഗ് സെന്ററിൽ ജോലിക്കാരൻ ആയിരുന്ന കോട്ടയം ചങ്ങനാശ്ശേരി കുന്നുംപുറം മണിമുറി തെക്കേക്കര തോമസ് സെബാസ്റ്റ്യൻ സൽമാനിയ ഹോസ്പിറ്റലിൽ വെച്ച് നിര്യാതനായി. പ്രവാസം ആരംഭിച്ചതു മുതൽ ഒരേ കമ്പനിയിലാണ് പരേതൻ ജോലി ചെയ്തിരുന്നത്. ഭാര്യ അന്നമ്മ P ചാക്കോ സൽമാനിയ ഹോസ്പിറ്റലിലെ മുൻ സ്റ്റാഫ് നഴ്സ് ആയിരുന്നു. മക്കൾ ഡോക്ടർ അലന്റീന ആൻഡ് തോമസ്, അതുല്യ ആൻഡ് തോമസ് എന്നിവർ. ശവസംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സെന്റ് സേവിയേഴ്സ് ഫൊറോന പള്ളി തൃക്കൊടിത്താനത്ത് വെച്ച് നടക്കും. ഗൾഫ് മാധ്യമം ബഹ്റൈൻ ബ്യൂറോ ചീഫ് വിനീഷ് തോമസ് പ്രവാസ ലോകത്തെ ശ്രദ്ധേയനായ മാധ്യമപ്രവർത്തകൻ ആയിരുന്നു എന്ന് ബഹ്റൈൻ OICC ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ യാത്രയയപ്പ് സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാക്കൾ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 2 വർഷക്കാലമായി മാധ്യമം ദിനപത്രത്തിന്റെ ബഹ്റൈൻ ബ്യൂറോയുടെ ചുമതലകൾ വഹിച്ചു വരികയായിരുന്നു ബിനീഷ് തോമസ്. സാധാരണക്കാരനായ പ്രവാസികൾ
ദൈനംദിന വാർത്തകൾ അറിയുവാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മാധ്യമം ദിനപത്രത്തെയാണ്. കൃത്യമായും സത്യസന്ധമായും വാർത്തകൾ നൽകുന്നത് മൂലം പ്രവാസികൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത സ്ഥാനമാണ് മാധ്യമം ദിനപത്രത്തിന് ഉള്ളത്. ബഹ്റൈനിലെ സാമൂഹ്യ സാംസ്കാരിക മത സംഘടനകൾക്ക് എല്ലാം മാധ്യമം ദിനപത്രത്തിന്റെ നിർലോഭമായ പിന്തുണയും സഹായവുമാണ് ലഭിച്ചുകൊണ്ട് ഇരിക്കുന്നത്. OICC ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം, OICC ദേശീയ ജനറൽ സെക്രട്ടറി മനു മാത്യു, ദേശീയ ട്രഷറർ ലത്തീഫ് ആയഞ്ചേരി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. OICC നടത്തിയ യാത്രയയപ്പിന് ബിനീഷ് തോമസ് നന്ദി രേഖപ്പെടുത്തി പ്രസംഗിച്ചു. ബഹ്റൈൻ സാമൂഹിക സാംസ്കാരിക മേഖലയ്ക്ക് ബഹ്റൈൻ OICC നൽകുന്ന സംഭാവനകൾ വളരെ വലുതാണ്. ചിട്ടയോടും അച്ചടക്കത്തോടും ഉള്ള പ്രവർത്തനങ്ങൾ എല്ലാ പ്രവാസി സംഘടനകൾക്കും മാതൃക ആക്കാവുന്നതാണ് എന്നും ബിനീഷ് തോമസ് അഭിപ്രായപ്പെട്ടു. OICC നേതാക്കളായ സെയ്ദ് MS, ജേക്കബ് തേക്കുംതോട്, സുനിൽ ചെറിയാൻ, പ്രദീപ് മേപ്പയൂർ, ജീസൺ ജോർജ്, ഗിരീഷ് കാളിയത്ത്, അഡ്വക്കേറ്റ് ഷാജി സാമുവൽ, ജവാദ് വക്കം, നിസാം തൊടിയൂർ, വിഷ്ണു കലഞ്ഞൂർ, നെൽസൺ വർഗീസ്, രഞ്ജൻ കച്ചേരി, രഞ്ജിത്ത് മൊട്ടപ്പാറ, ജോയ് ചുനക്കര, വിനോദ് ദാനിയൽ, പോഷക സംഘടനാ നേതാക്കൾ ആയ മിനി റോയ്, നിസാർ കുന്നംകുളത്തിൽ എന്നിവർ നേതൃത്വം നൽകി. കിംസ് ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് മുഹറഖ് മലയാളി സമാജം ഹെൽപ്പ് ഡെസ്ക് നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ജനുവരി 31 വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ കിംസ് മെഡിക്കൽ സെന്റർ മുഹറക്കിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിൽ ക്രിയാറ്റിൻ, SGPT, SGOT, RBS, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, ട്രൈഗ്ലിസറൈഡ് എന്നീ ടെസ്റ്റുകളാകും ക്യാമ്പിൽ ഉണ്ടാവുക. കൂടാതെ സൗജന്യ ഡോക്ടർ പരിശോധനയും ഉണ്ടായിരിക്കുമെന്നും ഈ സേവനങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നും പ്രസിഡന്റ് അനസ് റഹീം, ആക്ടിംഗ് സെക്രട്ടറി സുനിൽ കുമാർ, ട്രഷറർ ശിവശങ്കർ, MMS ജീവകാരുണ്യ വിഭാഗം കൺവീനർ പ്രമോദ് കുമാർ എന്നിവർ അറിയിച്ചു. കൂടാതെ ഡിസ്കൗണ്ട് നിരക്കിൽ വിറ്റാമിൻ D, തൈറോയിഡ് എന്നീ ടെസ്റ്റുകളും നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കും ക്യാമ്പിൽ പങ്കെടുക്കാനും വിളിക്കുക 35397102 അല്ലെങ്കിൽ 38088971. ഇന്ത്യൻ സ്കൂളിന്റെ നിറപ്പകിട്ടാർന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ജനുവരി 23 വ്യാഴാഴ്ച തുടക്കമാകും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഉദ്ഘാടന പരിപാടി സ്കൂളിന്റെ ഇസാടൗൺ ക്യാമ്പസിലെ ജഷൻ മാൾ ഓഡിറ്റോറിയത്തിലാണ് നടക്കുക. പ്ലാറ്റിനം ജൂബിലി ലോഗോയുടെ അനാച്ഛാദനം ചടങ്ങിൽ നടക്കും. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും സമ്പന്നമായ പൈതൃകത്തിന്റെ ആഘോഷവേളയിൽ ഒരുമിച്ച് കൊണ്ടുവരും. മുൻ ചെയർമാൻ പ്രിൻസ് S. നടരാജന്റെയും കമ്മ്യൂണിറ്റി നേതാവ് മുഹമ്മദ് ഹുസൈൻ മാലിമിന്റെയും നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ജൂബിലി ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഈ കമ്മിറ്റികൾ സ്കൂളിന്റെ നേതൃത്വവുമായി സഹകരണത്തോടെ പ്രവർത്തിക്കുന്നു. വൈവിധ്യമാർന്ന സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പഠിക്കുന്നുണ്ടെന്ന് സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് പറഞ്ഞു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളും വിവിധ ദേശീയതകളിൽ നിന്നുള്ള കുട്ടികളും സ്കൂളിന്റെ ആഗോള കാഴ്ചപ്പാടിനെ പ്രതിഫലിപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. സ്കൂളിന്റെ ചരിത്രത്തെയും സമൂഹത്തിൽ അതിന്റെ സ്വാധീനത്തെയും ആദരിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആവേശകരമായ പരിപാടികളാണ് ഈ വേളയിൽ നടക്കുക. ഗൾഫിലുടനീളമുള്ള 75 സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവരുടെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനായി ഇസാടൗൺ ക്യാമ്പസിൽ ഒത്തുകൂടുന്ന ആലേഖ് പെയിന്റിംഗ് മത്സരമായിരിക്കും ഒരു പ്രധാന ആകർഷണം. ചിത്രരചന മത്സരത്തിന് പുറമെ കലാപരവും സാഹിത്യപരവുമായ ആവിഷ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി ശില്പശാലകളും മത്സരങ്ങളും സ്കൂൾ സംഘടിപ്പിക്കും. ഇന്ത്യൻ സംസ്കാരത്തിന്റെ മുഖമുദ്രയായ ഭാഷാ വൈവിധ്യം പ്രദർശിപ്പിക്കുന്ന 75 ഭാഷകളിലായി ഒരു അതുല്യമായ പുസ്തക പ്രദർശനത്തോടു കൂടിയ സാഹിത്യോത്സവവും ആഘോഷങ്ങളിൽ ഉൾപ്പെടും. നാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന റെക്കോർഡ് നൃത്തപ്രകടനമായിരിക്കും ഏറ്റവും പ്രതീക്ഷ നൽകുന്ന പരിപാടികളിൽ ഒന്ന്. ഇന്ത്യയുടെ സാംസ്കാരിക സമ്പന്നതയെ പ്രതിനിധീകരിക്കുന്ന 75 വ്യത്യസ്ത നൃത്തരൂപങ്ങൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കും. സ്കൂൾ നിലകൊള്ളുന്ന വൈവിധ്യവും ഐക്യവും ആഘോഷിക്കാൻ എല്ലാ പ്രായത്തിലുമുള്ള വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ദൃശ്യ സാംസ്കാരിക വിരുന്നായിരിക്കും ഈ പരിപാടി. പൂർവ്വ വിദ്യാർത്ഥികളെ സ്കൂളുമായി വീണ്ടും ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ആഗോള പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഉണ്ടായിരിക്കും. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിൽ പങ്കുചേരുവാൻ ഏവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നതായി സ്കൂൾ അധികൃതർ അറിയിച്ചു. ഒരു ഇടവേള.
your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. വാർത്തകൾ തുടരുന്നു. ഫ്രണ്ട്സ് അസോസിയേഷൻ ഓഫ് തിരുവല്ല ഈ വരുന്ന വെള്ളിയാഴ്ച ജനുവരി 24-ന് അദാരി പാർക്ക് ന്യൂ സീസൺ ഹാളിൽ വെച്ച് നടക്കുന്ന 27ാമത് വാർഷികവും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിലും പങ്കെടുക്കുന്നതിനായി ബഹ്റൈനിലെത്തിയ പ്രശസ്ത ഗായകരായ ഫാദർ സേവറിയോസ് തോമസിനും സുമേഷ് ഐരൂരിനും അസോസിയേഷൻ ഭാരവാഹികൾ എയർപോർട്ടിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഗില്ലൻ-ബാസ് സിൻഡ്രോം പടരുന്നതായി ആശങ്ക. സ്ഥിതിഗതികൾ അന്വേഷിക്കാൻ സംസ്ഥാന ആരോഗ്യവകുപ്പ് വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. കുട്ടികൾ ഉൾപ്പെടെ 24 പേരാണ് രോഗലക്ഷണങ്ങളുമായി ഒരാഴ്ചയ്ക്കിടെ ചികിത്സ തേടിയത്. രോഗികളുടെ സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധനയ്ക്ക് അയച്ചു. നാഡീകോശങ്ങളെ ബാധിക്കുന്ന അപൂർവ രോഗമാണിത്. പ്രദേശത്തെ വീടുകളിലെ വെള്ളം പരിശോധനയ്ക്ക് അയച്ചു. വയറിളക്കവും ഛർദിയും വയറുവേദനയുമാണ് അസുഖത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ. രോഗം മൂർച്ഛിക്കുന്നതോടെ രോഗിക്ക് കൈകാലുകൾക്ക് ബലക്ഷയവും പക്ഷാഘാതം വരെയും ഉണ്ടാകാം. രോഗലക്ഷണങ്ങളുമായി എത്തിയ എല്ലാവരുടെയും രക്തം, മലം, തൊണ്ടയിലെ സ്രവങ്ങൾ, ഉമിനീർ, മൂത്രം, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്നിവയുടെ സാമ്പിളുകൾ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധിച്ചു വരികയാണ്. മലിനമായ ജലവും ഭക്ഷണവും ഉപയോഗിക്കുന്നതാണ് രോഗബാധയ്ക്ക് കാരണമാകുന്നത്. ഗില്ലൻ-ബാസ് സിൻഡ്രോം പുതിയ രോഗമല്ലെങ്കിലും ഇത്രയും പേർക്ക് ഈ അപൂർവ രോഗം ഒരുമിച്ച് സംശയിക്കുന്നത് ആശങ്കയാവുകയാണ്. റെയിൽവേ മെയിൽ സർവീസ് ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് കത്തയച്ചു. RMS ഓഫീസുകളെ സ്പീഡ് പോസ്റ്റ് പ്രോസസ്സിംഗ് ഹബ്ബുകളുമായി സംയോജിപ്പിക്കുവാനും രജിസ്റ്റേർഡ് പോസ്റ്റ് സേവനങ്ങൾ സ്പീഡ് പോസ്റ്റ് സേവനങ്ങളുമായി ഏകോപിപ്പിക്കുവാനും തീരുമാനിച്ചതിന്റെ ഭാഗമായി രാജ്യത്തെ 312 RMS ഓഫീസുകളാണ് അടച്ചുപൂട്ടപ്പെടുന്നത്. അതിൽ 12 ഓഫീസുകൾ കേരളത്തിലാണ്. സംസ്ഥാനത്തെ വലിയ വിഭാഗം ജനങ്ങൾ ഉപയോഗിക്കുന്ന RMS അടച്ചുപൂട്ടുന്നത് തപാൽ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്ക മുഖ്യമന്ത്രി കത്തിൽ പങ്കുവച്ചു. ഡയറക്ടറേറ്റ് അംഗീകരിച്ച 4 ഇൻട്രാ സർക്കിൾ ഹബ്ബുകൾക്ക് പുറമെ ഷൊർണൂർ, വടകര, ആലുവ, ഇരിങ്ങാലക്കുട, തലശ്ശേരി, കായംകുളം എന്നീ 6 സ്ഥലങ്ങളിലും ഇൻട്രാ സർക്കിൾ ഹബ്ബുകൾ സ്ഥാപിക്കണമെന്ന ശുപാർശ കേരളത്തിൽ പോസ്റ്റ് മാസ്റ്റർ ജനറൽ മുന്നോട്ട് വച്ചിരുന്നു. ഇക്കാര്യത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.